ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിനുള്ളിൽ മർദ്ദനം. അസ്ഫ കാലത്തിനാണ് മർദ്ദനമേറ്റത്. സഹതടവുകാരനായ രഹിലാൽ രഘുവാണ് മർദ്ദിച്ചത്. നീ കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന സ്പൂൺ കൊണ്ട് തലയിലും മൂക്കിലും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ ആലുവയിൽ ആ കുഞ്ഞ് കൊല്ലപ്പെട്ട സംഭവമെല്ലാം ഇന്നലെ എന്ന പോലെ നമ്മുടെ കൺമുന്നിൽ തെളിയുകയാണ്. നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹതടവുകാരൻ അസ്ഫ കാലത്തിന് മർദ്ദിച്ചത്. വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ആലുവയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 5 വയസ്സുകാരിയായിട്ടുള്ള കുട്ടീനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കാണ് തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മർദ്ദനമേറ്റത്. അസ്ഫ ആലത്തിനാണ് മർദ്ദനമേറ്റത്. അതായത് ഈ കേസിലെ കൊലക്കുറ്റത്തിന് ശിക്ഷ വിധിച്ച് ഈ ജയിലിൽ കഴിയുകയാണ്. തൃശ്ശൂരിലെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുകയാണ് ഇദ്ദേഹം. ഇന്നലെ വൈകിട്ട്, അതായത് ഈ അസ്ഫ ആലത്ത് സ്ഥിരമായിട്ടുള്ള ശല്യക്കാരനാണ് എന്നാണ് ഈ ജയിലിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലപ്പോഴായിട്ട് ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലരുമായിട്ട് ശണ്ട കൂടാറുണ്ട്, അടി കൂടാറുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇവർക്ക് നേരെ, അതേപോലെ തന്നെ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയും തട്ടിക്കയറുന്ന സ്വഭാവക്കാരനാണ് ഇദ്ദേഹമെന്നാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതായത് കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന രഹിലാൽ രഘുവാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഇന്നലെ ഒരു അക്രമം നടത്തി. അതായത് നീ കുട്ടീനെ കൊല്ലും അല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന സ്പൂൺ ഉപയോഗിച്ച് ഈ ഇദ്ദേഹത്തിന്റെ മൂക്കിനും ഒപ്പം തന്നെ കഴുത്തിനുമൊക്കെ മുറിവേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹം ചികിത്സയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സമാന നിലയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് ജയിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോടും സഹതടവുകാരോടും ഇതേ രീതിയിൽ തന്നെ ഇടപെടുന്ന പ്രതിയാണ് ഇദ്ദേഹമെന്നും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അക്രമം ഉണ്ടായ സംഭവത്തിൽ, ഇത്തരത്തിലൊരു ജയിലിനുള്ളിൽ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയ സംഭവത്തിൽ ജയിൽ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിനുള്ളിൽ മർദ്ദനമേറ്റിരിക്കുന്നു. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.